ഇവൾ കടയിൽ മോമോസ് വെക്കുമായിരുന്നെങ്കിലും എല്ലാവരും അതിന്റെ അകം മാത്രം കഴിച്ച് പുറംഭാഗം കളയുമായിരുന്നു. ചോദിച്ചപ്പോൾ പുറത്തെ മാവ് കട്ടിയും ചവയ്ക്കാന് പാടുമുള്ളതാണെന്ന് കഴിക്കുന്നവൻ പറഞ്ഞു. അതുകൊണ്ട് അടുത്ത ദിവസം ഇവൾ മാവ് പരമാവധി കനം കുറച്ച് പരത്തി. എന്നാൽ അത് കാരണം ഒറ്റ ഉപഭോക്താവ് പോലും വന്നില്ല. മറ്റു കടകളില് വന് തിരക്കായിരുന്നെങ്കിലും ഇവളുടെ മോമോസ് മുഴുവന് വിറ്റുപോകതെ ചീത്തയായി കളയേണ്ടി വന്നു. തളരാതെ രുചി കൂട്ടാന് തീരുമാനിച്ച ഇവൾ അടുത്ത ദിവസം തന്റെ വീട്ടുടമസ്ഥന് പുതിയ മോമോസ് കൊടുത്തു. അത് മൃദുവാണ് എങ്കിലും പ്രശസ്തമായ വാട്സന്റെ കടയിലെ അത്ര രുചിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇവൾ ഉടനെ വാട്സന്റെ കടയിൽ പോയി ഉപദേശം ചോദിച്ചപ്പോൾ മാവില് കുറച്ച് ചെറുനാരങ്ങാ നീരൊഴിക്കാന് കടയുടമ പറഞ്ഞു. അങ്ങനെ ചെയ്തപ്പോൾ കയ്പ് രസമാണ് വന്നത്. രുചി ശരിയാക്കാന് ഇവൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്തതോടെ മോമോസ് മൃദുവും വളരെ രുചികരവുമായി മാറി. അടുത്ത ദിവസം കടയില് ആളുകളുടെ നീണ്ട നിര തന്നെ ഉണ്ടാവുകയും എല്ലാ മോമോസും വിറ്റുതീരുകയും ചെയ്തു. കച്ചവടം വളർന്നതോടെ മകളും സഹായിക്കാനെത്തി. ഒരു ദിവസം ചില ഗുണ്ടകൾ വന്ന് പണം ചോദിക്കുകയും കട തകരുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇവൾ തളരാതെ നിന്നപ്പോൾ രണ്ടുപേര് മുന്നോട്ട് വന്നു. എങ്കിലും ഇവൾ ഒട്ടും ഭയമില്ലാതെ കത്തിയെടുത്ത് മകളുടെ മുന്നില് കാവലായി നിന്നു. അത് കണ്ട് ഭയന്ന ഗുണ്ടാ നേതാവ് മാപ്പ് പറയുകയും 700 പ്ലേറ്റ് മോമോസിന് ഓർഡർ നൽകുകയും ചെയ്തു. അന്ന് രാത്രി തന്നെ ഒരു ഉപഭോക്താവ് വേവിക്കാത്ത മോമോസ് ചോദിച്ചതോടെ ഇവൾ അതും വിൽക്കാൻ തുടങ്ങി. ആവശ്യക്കാര് കൂടിയതോടെ താമസിയാതെ ഇവൾ സ്വന്തമായി ഒരു മോമോസ് ഫാക്ടറി തന്നെ തുറന്നു.